إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. ഏതൊരാളുടെ മനസ്സിലും സദാസമയവും നിലനിൽക്കുന്ന ഒരാശയമാണ് ജീവിതത്തിൽ വിജയിക്കണം എന്നത്. നാം ഒഴുകുന്ന ഏത് പ്രവർത്തനമെടുത്താലും അതിൻ്റെ ലക്ഷ്യമായി നാം കാണുന്നത് വിജയമാണ്. പഠനത്തിൽ മുഴുകുന്ന വിദ്യാർത്ഥികൾ തൊട്ട് കച്ചവടത്തിൽ ഏർപ്പെടുന്ന കച്ചവടക്കാരും മറ്റ് ഏതൊക്കെ ജോലികളിൽ നാം ഒഴുകുന്നുവോ വിജയം വേണം, ലാഭം വേണം എന്ന് ആഗ്രഹിക്കുന്നു. വകതിരിവെത്താത്ത കുട്ടികൾ പോലും കളികളിൽ മുഴുകുമ്പോൾ പോലും വിജയം ലക്ഷ്യമായി കാണാറുണ്ട്. ഇങ്ങനെ നാം ചിന്തിക്കുന്ന വിജയമോ വളരെ താൽക്കാലികമാണ്, ഒട്ടും ശാശ്വതമല്ല, നൈമിഷികവും നശ്വരവുമാണ്. അതാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്, വമാ ഊതീതും മിൻ ശൈഇൻ ഫമതാഉൽ ഹയാത്തി ദുനിയ വസീനതുഹാ. ഈ ഐഹിക ജീവിതത്തിൽ നിങ്ങൾക്കെന്ത് ലഭിച്ചിട്ടുണ്ടെങ്കിലും അതൊരു കുറഞ്ഞ വിഭവം മാത്രമാണ്, അലങ്കാരവും. വമാ ഇൻദല്ലാഹി ഖൈറും വഅബ്ഖ അഫലാ തഅഖിലൂൻ. എന്നാൽ അള്ളാഹു അവന്റെ അടുത്ത് ഒരുക്കി വച്ചതാണ് ഏറ്റവും ഉത്തമം, അത് മാത്രമാണ് ശേഷിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നു. നമുക്ക് ഈ ഇഹലോകത്തും പരലോകത്തും ആത്യന്തിക വിജയം നേടാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് നാം എത്രത്തോളം ബോധവാന്മാരാണ്? വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും അഫ്ലഹ അല്ലെങ്കിൽ ഫലാഹ്, ഫാസ അല്ലെങ്കിൽ ഫൗസ്, വിജയിച്ചു, വിജയം എന്ന് പറഞ്ഞ വചനങ്ങൾ നാം ഒക്കെ പഠന വിധേയമാക്കേണ്ടതാണ്. ആ വചനങ്ങളിലുണ്ട് നമ്മുടെ ഐഹികവും പാരത്രികവുമായ ലോകത്ത് ആത്യന്തിക വിജയം ലഭിക്കാനുള്ള വഴികൾ. വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായം അൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ എന്നതാണ്. അതിലെ ആദ്യ വചനം തന്നെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളായി ആരുണ്ടോ അവരൊക്കെ വിജയം വരിച്ചു എന്നാണ്. ശേഷം എടുത്തു പറഞ്ഞതോ, നാം ജീവിതത്തിൽ നമ്മുടെ ബുദ്ധി നമ്മിൽ നിലനിൽക്കുന്ന കാലമത്രയും നമ്മിൽ നിർബന്ധമാക്കപ്പെട്ട നമസ്കാരത്തെക്കുറിച്ചും. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, തങ്ങളുടെ നമസ്കാരങ്ങളിൽ ഭക്തിയോടെ നമസ്കരിച്ചവരാരോ
അവർ വിജയിച്ചു എന്ന് അള്ളാഹു പറഞ്ഞു. ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസ്വല്ല. ജീവിത വിശുദ്ധി നേടി തന്റെ റബ്ബിനെ ഓർത്ത് നമസ്കരിച്ചവൻ ആരോ അവൻ വിജയിച്ചു എന്ന് സൂറത്തുൽ അലയിൽ നമുക്ക് മനപ്പാടമുള്ള വചനത്തിൽ അള്ളാഹു പറഞ്ഞു. വിശുദ്ധമായ ജീവിതത്തിന്റെ ഒരു അടയാളമാണ് ഒരാൾ കൃത്യമായും 5 നേരം നമസ്കരിക്കും എന്നത്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ സമിഅ ഹയ്യ അലൽ ഫലാ ഫലം യുജിബ് ഫഖദ് തറക സുന്നത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹയ്യ അലൽ ഫലാ എന്ന് കേട്ടിട്ട് അതിന് ഉത്തരം ചെയ്യാത്തവൻ അവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ തന്നെ ജീവിതത്തിൽ ഉപേക്ഷിച്ചവനാണ് എന്നാണ്. ഹയ്യ അലൽ ഫലാ എന്ന് കേൾക്കുമ്പോൾ 2 നിലക്കാണ് അതിന്റെ ഉത്തരം. ഒന്ന്, അത് കേൾക്കുമ്പോൾ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയണം. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും കഴിവുമില്ല എന്ന പ്രഖ്യാപനം നിർവഹിക്കണം. രണ്ടാമത്തത്, ഏത് ഫർളായ ജമാഅത്ത് നമസ്കാരത്തിനാണോ എന്നെ ആ വിളിച്ചത്, വിജയത്തിലേക്ക് വരൂ എന്നാണല്ലോ ആ വിളി, ആ ജമാഅത്തിന് അവൻ എത്തിച്ചേരുക എന്നതാണ്. ഇങ്ങനെ ജീവിതത്തിൽ വിജയിക്കാനുള്ള ആത്യന്തിക വഴികളെക്കുറിച്ച് നമ്മുടെ ഭൗതിക ലോകത്ത് കേവലം നശ്വരവും നൈമിഷികവുമായ ലാഭങ്ങളെക്കുറിച്ചും വിജയത്തെക്കുറിച്ചും ആലോചിച്ചുകൊണ്ട് രാവും പകലും കഴിഞ്ഞുകൂടുന്ന നാം ആത്യന്തിക വിജയം ലക്ഷ്യമായി കാണണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. മറ്റൊന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തിയത് നാം എപ്പോഴും കേൾക്കാറുള്ള വമൻ യുത്ഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ. അല്ലാഹുവിനെയും റസൂലിനെയും ആരാണ് അനുസരിക്കുന്നത് അവൻ വമ്പിച്ച വിജയമാണ് നേടിയത് എന്നാണ്. ഏത് വിഷയം നമ്മുടെ മുന്നിൽ വരുമ്പോഴും അത് ഏത് വിഷയമാവട്ടെ, നമ്മുടെ ഐഹികമായ, വ്യക്തിപരമായ, കുടുംബപരമായ, സാമൂഹ്യപരമായ, ജോലി സംബന്ധിച്ച ഏത് വിഷയം മുന്നിൽ വരട്ടെ, ദീനാണോ ദുനിയാവാണോ, ആ വിഷയത്തിൽ അള്ളാഹു എന്നോട് എന്താണ് കൽപ്പിച്ചിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് എന്താണ് കൽപ്പിച്ചിട്ടുള്ളത്, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല അവന്റെ തോന്നലുകൾ, അവന്റെ ദേഹേച്ഛകൾ ഞാൻ കൊണ്ടുവന്നതിനോട്, എന്റെ സുന്നത്തിനോട് യോജിക്കുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് ശക്തമായി അല്ലാഹു ഉപദേശിച്ചതുമാണ്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. ഒരു വിശ്വാസിയായ ആണാവട്ടെ പെണ്ണാവട്ടെ അവർക്ക് പാടുള്ളതല്ല അള്ളാഹും അവന്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായ ഒരു തീരുമാനം, സ്വന്തമായ ഒരു നിലപാടിലെത്തുക. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ തീരുമാനിച്ചത് ഇന്നതാണ് എന്ന് പറയാൻ അവന് പാടില്ല. കാരണം അവന്റെ മുമ്പിൽ അള്ളാഹും റസൂലും അവനൊരു വിധി നൽകിയിട്ടുണ്ട്. ആ വിധി അവൻ സ്വീകരിക്കണമെന്നാണ്. സ്വീകരിച്ചില്ലെങ്കിലോ അതിന്റെ ഗൗരവമാണ് ആ ആയത്തിന്റെ അവസാനം, വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലം മുബീന. അള്ളാഹുവിനെയും തന്റെ റസൂലിനെയും ആരാണ് അനുസരണക്കേട് കാണിക്കുന്നത് അവർ വമ്പിച്ചതായ വഴികേടിലാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് റസൂലുള്ളയിലേക്ക് നമ്മൾ ജീവിതത്തിൽ മടങ്ങണം. സൂറത്തുൻ നജ്മിൽ ഇൻദ സിദ്റത്തിൽ മുൻതഹ ഇൻദഹാ ജന്നത്തുൽ മഅവ ഇത് യഗ്ഷ സിദ്റത മാ യഗ്ഷ. ഒരു സിദ്റത്തുൽ മുൻതഹ, ഒരു വടാവൃക്ഷമാണത്. 7 ആകാശത്ത് നിലകൊള്ളുന്ന ഒരു വൃക്ഷത്തെക്കുറിച്ചാണ് ഇൻദ സിദ്റത്തിൽ മുൻതഹ. സിദ്റത്തുൽ മുൻതഹ എന്ന വൃക്ഷം, ഇൻദഹാ ജന്നത്തുൽ മഅവ, അതിന്റെ അടുത്താണ് അള്ളാഹു നമുക്ക് പാർക്കാനുള്ള ശാശ്വതമായ അവന്റെ സ്വർഗീയ അരുവികൾ അടക്കമുള്ള ആ സ്വർഗത്തോപ്പ് അവൻ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇത് യഗ്ഷ സിദ്റത മാ യഗ്ഷ. ആ വൃക്ഷത്തെ സിദ്റത്തിനെ മൂടുന്നതെല്ലാം മൂടിയിട്ടുണ്ട്. ഇതിന്റെ തഫ്സീറിൽ കാണാം, ഫമാ അഹദുൻ മിൻ ഖൽഖില്ലാഹി യസ്തതിഉ അൻ യൻഅതഹ മിൻ ഹുസ്നിഹ.
ഈ സിദ്റത്തുൽ മുൻതഹ എന്ന വൃക്ഷത്തിന്റെ ഭംഗി ഒരാൾക്കും അള്ളാന്റെ പടപ്പുകളിൽപ്പെട്ട ഒരാൾക്കും വിശേഷിപ്പിച്ച് പറയാൻ, അതിന്റെ ഭംഗി വിശദീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല എന്നതാണ്. സിദ്റത്തുൽ മുൻതഹക്കുള്ള മറ്റൊരർത്ഥം എല്ലാം ചെന്നു ചേരുന്ന മരം എന്നാണ്. എന്താണ് അതിലേക്ക് ചെന്നു ചേരുന്നത്? യൻതഹി ഇലൈഹ കുല്ലു മൻ കാന അലാ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വമിൻഹാജിഹി. ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിലായി ജീവിച്ചാൽ അവൻ ജീവിതത്തിൽ അനുഷ്ഠിച്ച എല്ലാ സുന്നത്തുകളും ചെന്നു ചേരുക സിദ്റത്തുൽ മുൻതഹയിലേക്കാണ്. ആ സിദ്റത്തുൽ മുൻതഹയുടെ അടുത്താണ് ജന്നത്തുൽ മഅ്വ, നമുക്ക് അഭയം തേടാനുള്ള സ്വർഗമെന്ന് അള്ളാഹ് ഓർമ്മപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ സുന്നത്തുകളിലായി ജീവിച്ചവർക്ക് ആ ജന്നത്തുൽ മഅ്വ ലഭിക്കൂ എന്നാണ് അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. സഹോദരന്മാരെ, ജീവിതത്തിൽ വിജയിക്കാനുള്ള മറ്റൊരു മാർഗം അള്ളാഹ് പറഞ്ഞു തന്നത് ഫദ്കുറു ആലാ അല്ലാഹി ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് വിജയം വരിക്കാമെന്നാണ്. അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കണം. പലപ്പോഴും അനുഗ്രഹങ്ങൾ ഓർക്കാറുള്ളത് ആ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ്. കണ്ണിന്റെ കാഴ്ച പോകുമ്പോൾ ആ കണ്ണെന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കാറുണ്ട്. കിഡ്നിയുടെ പ്രവർത്തനം നിലക്കുമ്പോഴാണ് ഇതുവരെ ജീവിച്ചത് ഈ കിഡ്നി നന്നായി പ്രവർത്തിച്ചത് കൊണ്ടാണല്ലോ എന്ന് ചിന്തിക്കാറുള്ളത്. എന്തെങ്കിലും രോഗം വന്ന് തളരുമ്പോഴാണ് അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കാറുള്ളത്. അതല്ല വേണ്ടത്. നല്ല ജീവസ്സുറ്റ, നല്ല കരുത്തും ആഫിയത്തുമുള്ള സന്ദർഭത്തിൽ ഇത് അല്ലാഹ് തന്നതാണ് എന്ന് ഓർക്കാൻ കഴിയണം. ഫദ്കുറു ആലാ അല്ലാഹ് ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഈ ആയത്തിന്റെ തൊട്ട് മുമ്പത്തെ ഒരു വാക്കുണ്ട്. ഇത് അല്ലാഹ് പറഞ്ഞത് ആദ് സമൂഹത്തോടാണ്. ആദ് സമൂഹം അല്ലാഹ് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തവരാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. അവർ ധിക്കാരികളായി മാറി. അള്ളാന്റെ ശിക്ഷക്കവർ ഭൗതിക ലോകത്ത് വിധേയമായി. അള്ളാഹ് ചോദിക്കാണ്, ആ ആദിനെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ, പഠിച്ചിട്ടില്ലേ? അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. അള്ളാഹ് അവർക്ക് കൊടുത്തതുപോലുള്ള അനുഗ്രഹങ്ങൾ ലോകത്ത് മറ്റാർക്കും കൊടുത്തിട്ടില്ല. ഈ ആയത്തിന് തൊട്ട് മുമ്പിൽ കാണും വസാദകും ഫിൽ ഖൽഖി ബസ്ത. അള്ളാഹ് നിങ്ങൾക്ക് ശാരീരിക വികാസം വർദ്ധിപ്പിച്ചു തന്നു എന്നാണ് അള്ളാഹ് അവർക്ക് കൊടുത്ത അനുഗ്രഹമായി എടുത്തു പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ശരീരപുഷ്ടിയും ആകാര ദൈർഘ്യവും അവരുടെ മാത്രം പ്രത്യേകതയായിരുന്നു. പക്ഷെ എന്നിട്ടും നന്ദി കെട്ടവരായി ജീവിച്ചപ്പോ ഇവിടെ വെച്ച് തന്നെ അള്ളാന്റെ ശിക്ഷ അവർ ഏറ്റുവാങ്ങി. അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടത് അള്ളാഹ് തന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ നമ്മിലുള്ളപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഹോസ്പിറ്റലുകൾ ഇടക്കിടക്കൊന്ന് സന്ദർശിക്കുന്നത് നല്ലതാണ്. ഡയാലിസ് സെന്ററുടെ മുമ്പിൽ ഒരു 10 മിനിറ്റ് നിന്നാൽ മതി. നമ്മളൊക്കെ കിഡ്നി എന്ന അവയവം കൊണ്ട് അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ ബോധ്യമാകും. ഒരുപക്ഷെ ഇന്നലെ രാത്രി 6-7 മണിക്കൂർ സുഖമായി ഉറങ്ങിയവരാണ് ഞാനും നിങ്ങളും. എന്നാൽ വേദന സഹിക്കാൻ കഴിയാതെ തളർന്ന് വേദനിച്ചു കഴിഞ്ഞ ഒട്ടേറെ രോഗികൾ ലോകത്തെമ്പാടുമുണ്ട്, നമ്മുടെ നാട്ടുകളിലുമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോഴാണ് അല്ലാഹ് തന്ന അനുഗ്രഹം എന്നിൽ എത്രയാണ് എന്ന് ചിന്തിക്കാനും ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനും കഴിയുക. അത് വിജയത്തിന്റെ വഴിയാണ്. മറ്റൊന്ന് പറയാനുള്ളത്, തിന്മകൾ പല വേഷവും കെട്ടി പ്രത്യക്ഷപ്പെടുന്ന സാമൂഹ്യ ചുറ്റുപാടിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ തിന്മകളോട് രാജിയാകാതെ ജീവിച്ച് വിജയം വരിക്കാൻ നമുക്ക് സാധിക്കണം. കുല്ലാ യസ്തവിൽ ഖബീസു വത്തൊയ്യിബ് വലൗ അഅജബക കസ്റത്തുൽ ഖബീസി ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബ് ലഅല്ലക്കും തുഫ്ലിഹൂൻ. നല്ലതും ചീത്തയും ഒരിക്കലും സമമല്ല. തിന്മയുടെ ആധിക്യം, അതിന്റെ ആളുകൾ നിങ്ങളുടെ മുമ്പിൽ എത്ര അതിന്റെ ഭൂരിപക്ഷമുണ്ടായാലും അത് വേറെയാണ്. ആ തിന്മകളോടൊപ്പം പോകേണ്ടതില്ല. ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബ് ലഅല്ലക്കും തുഫ്ലിഹൂൻ. വിജയിക്കണോ ബുദ്ധിമാന്മാരെ, അള്ളാനെ സൂക്ഷിച്ചോ എന്നാണ് അള്ളാഹ് പറയുന്നത്. തിന്മകൾ കൊണ്ട് കറ പുരണ്ടോ ജീവിതത്തിൽ, സാരമാക്കേണ്ടതില്ല. ആത്മാർത്ഥമായ പക്ഷാതാപമുണ്ട്. ഫഅമ്മാമൻ താബ വആമന വഅമില സ്വാലിഹൻ ഫഅസാ അൻ യകൂന മിനൽ മുഫ്ലിഹീൻ. ആരാണ് ശരിയായ വിശ്വാസം നേടി പക്ഷാതപിച്ച് വീണ്ടും സൽക്കർമ്മങ്ങളിലേക്ക് പോകുന്നത്, അവർക്ക് വിജയിക്കാം എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത്, നാം ജീവിക്കുന്ന ഭൂമി, അത് നമ്മുടെ പ്രദേശമാവട്ടെ,
വിദേശ രാജ്യങ്ങൾ തൊട്ട് ലോകത്ത് എവിടെയൊക്കെ ഈ ഭൂമിയുണ്ടോ, ഈ ഭൂമി എന്നത് നന്മകൾ നട്ടുപിടിപ്പിച്ച് ലാഭം കൊയ്യാൻ പറ്റിയ നാടാണ്, മണ്ണാണ് നാം ജീവിക്കുന്ന ഭൂമി എന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെ അള്ളാന്റെ ഒരു ഉപദേശമാണ് വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ. അള്ളാഹ് നല്ല നന്മ വരുത്തി നിങ്ങൾ ആ ഭൂമിയിൽ സൃഷ്ടിച്ച് നിങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ഇവിടെ ജീവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ നാട്ടിൽ കുഴപ്പകാരികളാകരുത്. പകരം എന്ത് ചെയ്യണം? ആളുകൾ നന്മ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ ഇതിനൊക്കെ തടസ്സമായി നിൽക്കുന്നതോ പിശുക്ക് മാത്രമാണ്. മനുഷ്യന്റെ പിശുക്ക്, നന്മ വേണ്ട എന്ന് ചിന്തിക്കുന്ന മനുഷ്യ ഹൃദയങ്ങൾ, അതിൽ നിന്ന് ഒരാൾ മുക്തമാകലാണ് യഥാർത്ഥ വിജയം. വിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട്, വഅൻഫിഖൂ ഖൈറൻ ലിഅൻഫുസികും. അല്ലാഹ് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഖൈറായത് മാത്രം ചെലവഴിക്കുക എന്നാണ്. ശേഷം പറഞ്ഞതോ വമൻ യൂക ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. മനസ്സിന്റെ പിശുക്കിൽ നിന്ന് ആരാണ് രക്ഷപ്പെടുന്നത് അവർ മാത്രമാണ് വിജയികൾ. തഫ്സീറുകളിൽ കാണാം, ഈ ആയത്തിനെ കുറിച്ച് മുഫസ്സിറുകൾ പറയാണ്, ഖാഇദത്തുൻ ഖുർആനിയത്തുൻ അളീമത്തുൻ. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹ് ലോകത്ത് ഇട്ടുതന്ന ഒരു മഹത്തായ നിയമമാണ് ഈ ആയത്തിലുള്ളത്. എന്താണ് ആ നിയമം? മനസ്സിന്റെ പിശുക്കിൽ നിന്ന് ആരാണ് രക്ഷപ്പെട്ടത് അവർ മാത്രമാണ് വിജയികൾ. പലർക്കും ചെയ്യാൻ കഴിയുന്ന നന്മകൾ ഒരുപക്ഷെ നാവ് കൊണ്ടായിരിക്കാം, ഒരു ഗേറ്റ് ഒന്ന് തുറന്നു കൊടുത്തുകൊണ്ടായിരിക്കാം, ഒരു പാർക്കിങ്ങിൽ ഒരു സൗകര്യം ചെയ്തുകൊണ്ടായിരിക്കാം, ഒരു നന്മ ഒരാൾക്ക് ഒരു 10 കാശ് ചില്ലിക്കാശ് കൊടുത്തുകൊണ്ടാവാം, ഒരു നല്ല ശുപാർശ ചെയ്തുകൊണ്ടാവാം, ഒരു തിക്കും തിരക്കുമുള്ള റോട്ടിൽ ബ്ലോക്ക് ഒന്ന് ബ്രേക്ക് ചവിട്ടി ഞാനൊന്ന് അല്പം പിന്തിയാലും എന്റെ ഒരു ബ്രേക്ക് ഇടൽ കൊണ്ട് മറ്റു വാഹനങ്ങൾക്കെല്ലാം പോകല്ലോ എന്ന് ചിന്തിക്കലാകാം. ഇതൊക്കെ നന്മകളാണ്, ഇതൊക്കെ നന്മകളാണ്. ഈ നന്മകൾക്കൊക്കെ തടസ്സമുള്ളതെന്താ? വമൻ യൂക ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. മനസ്സിന്റെ പിശുക്കിൽ നിന്ന് ആരാണ് രക്ഷപ്പെടുന്നത്? ഒരു മയ്യത്ത് കട്ടിൽ മയ്യത്ത് വഹിച്ച് കൊണ്ടുപോകാൻ കഴിയാത്ത ഇടവഴികൾ നമ്മുടെ നാടുകളിൽ എത്രയുണ്ടെന്നറിയുമോ? ആ വഴിയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഏക്കർ ഭൂമികളുണ്ട്. ആ ഭൂമിയുടെ ഉടമക്ക് ആ ഇടവഴിയൊന്ന് റോഡാക്കി കൊടുക്കാൻ കഴിയുന്നില്ല. എന്റെ ഭൂമി, ഞാൻ ഇതിൽ അള്ളിപ്പിടിച്ചുകൂടും. എവിടേക്കാണ് ഈ പോക്ക്? നന്മകൾക്ക് തടസ്സം മനസ്സിന്റെ പിശുക്ക് മാത്രമാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണും, മൻ ഹമാഉല്ലാഹു വവഖാഹു മിൻ ശിദ്ദത്തിൽ ബുഖ്രി വൽ ഹിർസി അലൽ മാലി വൽ ഹുഖൂഖ്. അല്ലാഹ് ഒരാളെ സമ്പത്തിനോടുള്ള ആ ആഗ്രഹം, അതുപോലെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുള്ള താല്പര്യം, അതിന്റെ മനസ്സിനെ പിശുക്കിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തിയാൽ, അങ്ങനെ വഫഖഹു ലിസ്സഖാ, അവൻ അല്ലാഹ് എല്ലാ നന്മയും ചെയ്തു കൊടുക്കുന്ന നിലക്ക് അവന് തൗഫീഖ് കൊടുത്താൽ ഫഹുവൽ ഫായിസുൽ ഹഖീഖിയുല്ലദി അദ്റക മത്ലൂബഹു. ഈ ആയത്തിലൂടെ പറഞ്ഞ കാര്യം നേടിയ യഥാർത്ഥ വിജയി അവനാണ്. അത് മാത്രമല്ല വനജാ മിൻ അദാബി റബ്ബിഹി ഫിദ്ദുനിയ വൽ ആഖിറ, ഇഹലോകത്തും പരലോകത്തും റബ്ബിന്റെ ശിക്ഷയിൽ നിന്ന് അവൻ രക്ഷപ്പെടുകയും ചെയ്യുമെന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത്തരം വിജയത്തിന്റെ വഴികൾ ചെയ്യാൻ കഴിയുന്ന നാം ആ വിജയത്തിന്റെ വഴികളിലായി ജീവിക്കണം. നമ്മളെ കൊണ്ട് മറ്റുള്ളവർ ആശ്വാസവും വിജയവും നേടുന്നവരായി മാറണം. അതിനായി പരിശ്രമിക്കുക. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. വിജയത്തിന്റെ മാർഗമായി അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച മഹത്തായ ഒരു കാര്യമാണ് വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് വിജയം വരിക്കാം. നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ റബ്ബിനെ ഓർക്കലിൽ വിജയമുണ്ട് എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവസാനമായി കാണുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ റസൂലുള്ളാഹി വഫാത്താകുന്നതിന്റെ മുമ്പ് ഏറ്റവും അവസാനമായി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കാണുക, പിന്നെ കണ്ടിട്ടില്ല എന്നാ. അപ്പൊ റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ്. അപ്പോഴും അന്വേഷിച്ചത് അതാണ്, റസൂലെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി ഏതാണ്? നിങ്ങളൊന്ന് പറഞ്ഞു തരണം. റസൂലുള്ളാഹിയോട് ഏറ്റവും ഒടുവിൽ ജീവിതത്തിൽ തേടിയ ഒരു വസിയ്യത്താണ് മുആദ് ഇബ്നു ജബലിന്റേത്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു, മുആദ് അൻ തമൂത വലിസാനുക റുതബും മിൻ ദിക്രില്ലാ.
ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നിന്റെ നാവ് എപ്പോഴും അള്ളാഹുവിനെ ഓർത്ത് പച്ച പിടിച്ച അവസ്ഥയിൽ നീ മരണപ്പെടലാണ് ഏറ്റവും മുന്തിയ പ്രവർത്തനമെന്നാൽ. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കാൻ. ഇതിന്റെ അർത്ഥം ഒരു പള്ളിയുടെ മൂലയിൽ കുടുംബജീവിതവും വിട്ട് എല്ലാ ബന്ധങ്ങളും വിട്ട് ഒരു തസ്ബീഹ്മാലയും കയ്യിൽ പിടിച്ച് ദിക്ർ ചൊല്ലിയിരിക്കണം എന്നല്ല. ജീവിതം മുഴുവൻ ദിക്റാൻ, ജീവിതം മുഴുവൻ ഇബാദത്താണ്, ജീവിതം മുഴുവൻ സൽക്കർമ്മങ്ങളാൽ. അതിൽ കുടുംബജീവിതമുണ്ട്, മക്കളെ നോക്കലുണ്ട്, എല്ലാമുണ്ട്. അതിനിടയിൽ നാവ് കൊണ്ട് റബ്ബിനെ സ്മരിക്കേണ്ട സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ റബ്ബിനെ സ്മരിച്ച് ജീവിക്കുക. ഈ നിലക്ക് നമ്മൾ ജീവിക്കുമ്പോൾ കേവലം താൽക്കാലികമായ വിജയത്തിന്റെ ലാഭത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതിൽ നമ്മൾ മരണപ്പെട്ടാലും ശാശ്വതമായ വിജയത്തിലേക്കാണ് നമ്മൾ എത്തുക എന്ന് ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹലോകത്തും പരലോകത്തും അവന്റെ തൃപ്തി നേടി ജീവിച്ച് ശാശ്വത വിജയികളായി സ്വർഗത്തിലെത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اعتقنا من النار، اللهم نجنا من النار، اللهم احينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم اشف مرضانا ومرضى المسلمين، اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين. ربنا تقبل منا وتب علينا إنك أنت التواب الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.